ഇതാണ് നമ്മുടെ ഏരിയ. ആനക്കുട്ടികളെ കാണാം. അതിന്റെ പേടിയൊന്നുമില്ല. എനിക്ക് പേടിയുണ്ട്, ഞാനോട് കൂട്ടാ. പാളി മോനെ, എടാ നീർനായ ഉണ്ട് ട്ടാ, നീർനായ. ഇതാണ് ഞങ്ങളുടെ സ്പോട്ട്, കുളിക്കാൻ പോണെ. മോനെ മുങ്ങിക്കോ. നരസിംഹത്തിലെ മോഹൻലാൽ മുങ്ങണവര് മുങ്ങിയെ നോക്കട്ടെ. ഇതാണ് നമ്മുടെ ഏരിയ. സ്വർഗത്തേക്കാൾ സുന്ദരമാണ് എന്റെ നാട്. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞാ പോരാ, എന്റെ കൂടെയുള്ളവന്മാരോട് നിങ്ങൾ ചോദിച്ചോ അല്ലേ? ചെട്ടിയാടമ്പലത്തില് മേളത്തിന് വന്നാണ് ഗോപു ആദിത്യനും. അപ്പൊ അവരെയും കൊണ്ട് ജസ്റ്റ് എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്, പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി വന്നതാ. ആദിത്യനും ഗോപും കൂടി ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയാണ്. ഞങ്ങളുടെ പുഴയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടേ ഒന്ന് അമ്പരപ്പെടുത്താം. ആനക്കുട്ടികളെ കാണാം. പോട്ടെ പോട്ടെ, ഞാൻ പറയാം. റൈറ്റ് കിട്ടോ, റൈറ്റ് കിട്ടോ. അതായത് നാട്ടിലെ കുറച്ച് ഹിഡൻ സ്പോട്സ് ഉണ്ട്, അധികാരം കയറാൻ പറ്റാറില്ല. നമ്മുടെ KTC വണ്ടില്ല, അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. വീട്ടിലേക്ക് എത്തിച്ചിരിക്കാം. അമ്മ കൊട്ടാൻ വന്നവരാ, നമ്മുടെ കൂട്ടുകാരന്മാരാ. ഇവൻ ഈ പുഴയിൽ പോണോ നമുക്ക്? വലിയ കാടാണ്, ആന വരും. കുഴപ്പമുണ്ടോ? എന്നാ പോവാ. ഇനി ഇത് തന്നെയാ ആദ്യത്തെ പാലം. നമ്മൾ ഈ രണ്ടാം പാലം കയറിയിട്ടാണ് നേരെ പുഴയിലേക്ക് തന്നെ. അതിന്റെ ആനനെ പേടിയില്ല? ഉറപ്പാണോ? അതിന്റെ പേടിയൊന്നുമില്ല. എനിക്ക് പേടിയുണ്ട്, ഞാനോട് കൂട്ടാ. അപ്പൊ എങ്ങനെ ഓടണം അറിയില്ലേ? നേരെ ഇപ്പൊ വന്ന വഴിക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞിറങ്ങിയിട്ട് നേരെ പുറകിലോട്ട് ഓടിക്കോളണം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർ വരാത്തോണ്ടാണ്. നമ്മളൊരു കുഞ്ഞു വഴിയിലേക്ക് കിടക്കും, കാടിനുള്ളിലേക്ക്, അഗാധമായ കാട്ടിലേക്ക്. പാവങ്ങള് വല്ല കാര്യമുണ്ടാ? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടാം പാലം, മൂന്നാം പാലം, മഹാഗണിത്തോട്ടമൊക്കെ ഉണ്ട്. നമ്മളുടെ മുളങ്കുഴിയിലെ ആ ഒരു മഹാഗണിത്തോട്ടമില്ലേ, അന്തമാതിരി തന്നെ എഫക്റ്റ്. ഇത്തിരി പേടിയാവും, ഡാർക്കാണ്, അവിടെ നിന്ന് ഭയങ്കര ഇരുട്ടാ. ഇനിയിപ്പോൾ ഈ ആനയും കൂടി വന്നുകൊണ്ട് നമുക്കൊരിത്തിരി പേടിയുണ്ട്. ഇതിപ്പോൾ ആദിത്യൻ്റെ ആ ഒരു അദ്ദേഹത്തിനുള്ള നടത്തത്തിലാണ് ഞാൻ ഈ ധൈര്യം പിടിച്ച് വന്നെ. ശരിക്കും ഉള്ളിൽ പേടിയല്ല ആദിത്യ? നീ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ പേടിച്ചാണല്ലോ ഇറങ്ങിയേ. എടാ ഓടിക്കോടോ. അത് കലക്കി, പേടിച്ചില്ല പയ്യൻ. അത് ഞാൻ ഫ്രണ്ടിലുണ്ടാവണം പറഞ്ഞു അല്ലേ, അങ്ങനെ പേടിപ്പിക്കണ പറഞ്ഞു. ഇവിടെ ചെറിയൊരു പാറമട ഉണ്ടായി, ഇതിൻ്റെ ഉള്ളില് കുഞ്ഞു പാറമട. അതിപ്പോ കാട് പിടിച്ച് ഇതാ കാണണതാ. ദേടതേ കണ്ടാ പിന്നെ കാക്കാന്ന് പറഞ്ഞേ. കാണിച്ചരാ. ദേ അത് കണ്ട, അവിടെ ചെറിയ കുഴി കണ്ടോ? അതാണ്. നമുക്ക് അങ്ങോട്ട് പോണ്ട. ഞങ്ങള് രാവിലെയൊക്കെ പണ്ട് ഇടി കിട്ടൂലേ, അപ്പൊ കൂണ് ഇറക്കാൻ വന്നത് അവിടെയാ. അവിടെ കൂണ് കുളയ്ക്കുന്ന സ്ഥലമുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. ഇതൊക്കെ പന്നി ഒന്ന് കിളച്ചിട്ട് കാണാൻ കേട്ടോ. ആനയുടെ കാൽപ്പാട് കാണിച്ചാനാ. വാ, എടാ വെള്ളം ശരിക്കും പറ്റിയിടാ.
പുഴയില് വെള്ളം ശരിക്കും പറ്റി. പണി പാളി മോനെ. പാളിട്ടൊന്നും നമ്മൾ നടുക്കോട്ട് പോകേണ്ടി വരും. വെയിലായതുകൊണ്ടാണ് കുഴപ്പം. ഇത് കണ്ടാ, ഇതൊക്കെ ആനയെ വെട്ടിയാ പാടാടാ. ഇത് കണ്ടാ, അത് ആനയെ വെട്ടിയതാ. ആനയാണ് അങ്ങനെ വഴി ഉണ്ടാക്കി പോവുള്ളൂ. വഴി ഉണ്ടാക്കാൻ എന്തുട്ടാണല്ലോ ആനയ്ക്കുള്ളത്? ആന ചവിട്ടിപ്പോയത് വഴിയായി. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇന്നിപ്പോൾ വെള്ളം തീരെ കുറഞ്ഞിരിക്കുകയാണ് ഗൈസ്. സോ ഒന്നില്ലെങ്കിൽ അത് കണ്ട ഒരു കുളത്തിൻ്റെ എഫക്റ്റിൽ അവിടെ കുളിക്കാം, പക്ഷെ ഒഴുക്കില്ലാത്ത വെള്ളം. അല്ലെങ്കിൽ ഇതങ്ങ് അറ്റം കണ്ടോ, ഇതേണ്ട വെയിലാണ്. അതിൽ നടക്കാൻ അവിടം വരെ നടന്ന് നമുക്ക് പോകാൻ പറ്റും. അവിടം വരെ പോയി അവിടെ കുളിക്കാം. അവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും, നല്ല ഒഴുക്കുള്ള വെള്ളമാണ്, നൈസായിരിക്കും. എന്താ വേണ്ടേ? യു വിൽ ഡിസൈഡ്. നല്ലതാ. ഓക്കെ, ലെറ്റ്സ് ഗോ മാൻ. അതിനുണ്ട് ഇവിടുത്തെ ഒരു ആംബിയൻസ്. അയ്യോ ആദിത്യ കിരണങ്ങൾ നിന്മേൽ പതിക്കുന്നതിന് മുമ്പ് വന്നമായിരുന്നു ഇവിടെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിരാവിലെ നിങ്ങൾക്ക് സമയമില്ല, നമ്മളവിടെ കൊട്ടാൻ നിൽക്കല്ലേ ഇരിക്കും. അപ്പോൾ ഗേസ് ഞങ്ങൾ ഈ പുഴയെ കൂടി ഒന്ന് നടന്ന് നടക്കുകയല്ല കേട്ടോ. നൈസ് വെയിലുണ്ട്, ഒട്ടും വെള്ളമില്ലാണ്ടായി പോയില്ലേ ഗെയ്സ്. കുറച്ച് ഡാമിൽ വെള്ളം തുറന്നു കിട്ടാറുണ്ടെങ്കിൽ ഇവിടെ വെള്ളം ഉണ്ടായേനെ. അക്രമമായിട്ടല്ല, കുറച്ച് പൊരിഞ്ഞ വെയില. നല്ല തെളിഞ്ഞ വെള്ളം കണ്ട. ആഹാ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുളിക്കാം. വേണമെങ്കിൽ ഇവിടെ കുളിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി മുമ്പിലേക്ക് പോവാം. നരസിംഹം നല്ല ശുദ്ധമായ വെള്ളം. നമുക്ക് ഇവരെ പേടിപ്പിക്കാം. പുഴയിൽ നീർനായ ഉണ്ടെന്ന് പറയാം. എന്നിട്ട് ഞാൻ മുഖത്തൊരു എക്സ്പ്രഷൻ കൊടുത്തു, അപ്പോൾ ഇവർ പേടിക്കുമെന്ന് നോക്കാം. എടാ നീർനായ ഉണ്ട് കേട്ടാ. നീർനായ ആ കാണുന്നത്. ഗൈസ് ഇതാണ് ഞങ്ങളുടെ സ്പോട്ട്, കുളിക്കാൻ പോണേ. ഗൈസ് കുളിച്ചാലെന്നാ കുളിക്കാം. നീന്തലറിയില്ല, അതോ കൈ നോക്കിയേ. 2 കയ്യോ, 2 പേര് നമുക്കപ്പോ മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങാട്ടാ. ഞങ്ങൾ കുളിക്കട്ടെ. നിങ്ങളേ ഇത് കണ്ടോ, ഇവിടെ ആഴമില്ല, അതിൻ്റെ അപ്പുറത്ത് ആഴമുണ്ട്. അപ്പോൾ ഈ ആഴമില്ലാത്തോടത്ത് ഇറങ്ങാം. ഓക്കെ മോനെ, മുങ്ങിക്കോ. നരസിംഹത്തിലെ മോഹൻലാൽ മുങ്ങണവർ മുങ്ങി നോക്കട്ടെ. എൻ്റെ രൗദ്രത്തിലെ അല്ല, അങ്ങനെ നീ മുങ്ങിക്കോ, അവിടെ ആഴമില്ല. ആദ്യത്തിനെ നീന്താൻ അറിയില്ലാത്തതുകൊണ്ടാണ് ആദ്യത്തിന് ആഴമില്ലാത്തോടത്ത് ഇറക്കിയേക്കണേ. ഇപ്പം നീന്താൻ അറിയാമെങ്കിലും ആഴമില്ലാത്തോടത്ത് തന്നെ ഇറങ്ങുള്ളൂ. കാരണം നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സന്തോഷമില്ലാതാവാൻ കുറച്ച് സമയം മതി. സോ നമ്മളെപ്പോഴും സേഫായിട്ട് കുളിക്കുക. നീന്താൻ അറിയില്ലെങ്കിലും അറിയാൻ കഴിയാത്ത പുഴയാണെങ്കിൽ നമ്മൾ അരികത്ത് നിന്ന് കുളിക്കുക. ഇപ്പം സേഫായിട്ടുള്ളിടത്തു നിന്നാണ് ഞങ്ങൾ കുളിക്കണത്. ഇപ്പം എനിക്ക് നീന്താൻ അറിയാൻ കൂടി അവരുടെ കൂടെ ഈ ചെറിയൊരു ഇവിടെ ഇറങ്ങി നിന്നാണ് കുളിക്കുകയുള്ളൂ. അത് മതിയപ്പം, അതിന് അങ്ങനെ കിട്ടുന്നൊരു സന്തോഷം മതി അല്ലേ മോനെ? യെസ്. അപ്പം നീ ഇറങ്ങിക്കോ, നിന്നെ കൂടി ഇറക്കിയിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ. വഴിയൊന്നുമില്ല, ഇതെന്നത് പൂപ്പാനി വഴിയും വല്ലം വഴിയൊന്നുമില്ല. നേരെ അങ്ങോട്ട് ഇറങ്ങിക്കോ. തണുപ്പുണ്ടല്ലേ? പുറത്ത് വെയിലാണെങ്കിലും അകത്ത് തണുപ്പുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ ഗേസ്, ഞാനും പോയി മുങ്ങട്ടെ. ആഹാ, ഒരു മുങ്ങാനായിട്ട് കൊതിയായിട്ട് വേണ്ട. ഞാനും മുങ്ങാം. ഈ ക്യാമറയും മുങ്ങണോ? മറ്റേ സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ മാതിരി സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. ഇതിലെന്താ മനസ്സിലാവാത്തതെന്ന് ചോദിക്കണല്ലേ? എൻ്റെ അമ്മോ പൊളി. ഞാൻ മുങ്ങേണ്ട.
പൊടി. ആഹാ ആഹാ, അടിപൊളി അടിപൊളി അല്ലേ? അപ്പൊ ഞങ്ങളുടെ കുളിയൊക്കെ കഴിയാറായി. എങ്ങനെയുണ്ട് മക്കളെ? വൈബ് സ്ഥലം അല്ലേ? പിന്നല്ല. ആഹാ, നല്ല ഒഴുക്കുണ്ട്, നല്ല തണുപ്പുണ്ട്, ശാന്തിയുണ്ട്, സമാധാനമുണ്ട്. ആനയുണ്ട്, പുലിയുണ്ട്, എല്ലാം ഉണ്ട്. ആ അപ്പൊ ഞങ്ങൾ ഇനി കുളി കഴിഞ്ഞിട്ട് അമ്പലത്തില് ഊണായ ഉണ്ടാവും. ഊണ് പോയി കഴിക്കാല്ലേ? അപ്പൊ നല്ല വിശപ്പ് പോയില്ലേ? ഞങ്ങളെന്നാ ഊണ് കഴിക്കട്ടെ പോയി. ഭയങ്കര വിശപ്പ്. കുറെ നീന്തി ആയതുകൊണ്ട് ഭയങ്കര വിശപ്പ്. മീനുകൾ നീന്തിയ നിനക്ക് വിശപ്പ് ഉണ്ടാവണ എങ്ങനെയാ? അപ്പൊ നല്ല കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവരിവരുടെ തോർത്തും ബാക്കി പറയണോ? തോർത്തൊക്കെ ഉണക്കാനിട്ടൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് നല്ല വെയിലുള്ളതാണ്, വേഗം ഉണങ്ങും. അപ്പൊ ഉണങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ് ഊണ് കഴിക്കണം. എടാ വാടാ കഴിക്കാടാ, വിശന്ന് തുടങ്ങിയിടാ കുത്തിയിരിക്കാനായിട്ട്. നല്ലൊരു സ്ഥലം കണ്ടപ്പോഴേക്കും പോരാന്നുള്ള പിള്ളേർക്ക്. പോവാന്നാ? ഏത് വഴിയാ പോണേ? നോക്കി വാട്ടാ. അപ്പൊ ബൈ ഗൈസ്, see you.